വയനാട് കോൺഗ്രസിലെ എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോകുമെന്ന DCC അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട TJ ഐസക് ജില്ലാ ഘടകത്തിൽ പ്രതിസന്ധിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സജീവ ഇടപെടൽ ഉണ്ടാകുമെന്നും TJ ഐസക് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കോൺഗ്രസ് നേതൃത്വം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് DCC പ്രസിഡന്റായിരുന്ന ND അപ്പച്ചൻ രാജിവെച്ചു. അതിനുശേഷം പുതിയ DCC പ്രസിഡന്റിനെ AICC നിയമിച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിൽ ഏറെ ഗുണകരമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അണികളും പ്രവർത്തകരും ഒക്കെ തന്നെയുള്ളത്. TJ ഐസക്കാണ് ഇത്തരത്തിൽ ND അപ്പച്ചന് ശേഷം ഈ വയനാട് DCC പ്രസിഡന്റ് ആയിരിക്കുന്നത്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് തോന്നുന്നത് ഇത്തരത്തിൽ ഒരു വാർത്ത കേട്ടപ്പോൾ? പാർട്ടിയെ ഒറ്റക്കെട്ടായി മുമ്പോട്ട് കൊണ്ടുപോവുക, എല്ലാവരെയും യോജിപ്പിച്ച് പാർട്ടി പ്രവർത്തനങ്ങൾ സജീവമായി മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം UDFന് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. ഇത് പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ മണ്ഡലമാണ്. രാഹുൽ ഗാന്ധി മുമ്പ് പ്രതിനിധാനം ചെയ്തു, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ്. അപ്പോൾ ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സംഘടനാപരമായ ആ ഉത്തരവാദിത്വം 100% ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകും. പാർട്ടി ഏറെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടിയാണ് വയനാട്ടിനെ സംബന്ധിച്ച്. അല്ല, അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ പ്രതിസന്ധി പാർട്ടിക്കില്ല. പാർട്ടിയെ സംബന്ധിച്ച് അങ്ങനെ പ്രതിസന്ധിയൊന്നുമില്ല. ഇപ്പോൾ എന്തെങ്കിലും പാർട്ടിയിലൊക്കെ ചെറിയ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളൊക്കെ അത്ര വലിയ പ്രശ്നങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം പ്രതിസന്ധിയോ അങ്ങനത്തെ ഒന്നും പാർട്ടിയെ സംബന്ധിച്ചില്ല. കാരണം കോൺഗ്രസും UDFും ഒക്കെ ഈ ജില്ലയ്ക്കകത്ത് ശക്തമാണ്. വലിയൊരു നേതൃനിരയുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകും. ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി സാധിക്കും ആത്മവിശ്വാസം നമുക്കുണ്ട്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് മനസ്സിലുള്ളത്? മനസ്സിൽ നമ്മൾ അടിസ്ഥാനപരമായി നമുക്ക് പാർട്ടിയെ സംബന്ധിച്ച് ഒറ്റക്കെട്ടായി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നേതാക്കന്മാരും അണികളും പ്രവർത്തകരും എല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക, UDFുമായിട്ട് നല്ല ഐക്യത്തിൽ പോവുക. അതോടൊപ്പം തന്നെ നമ്മളുടെ സംഘടനാ പ്രവർത്തനം ശക്തമായി മുമ്പോട്ട് പോവുക. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ ഈ ഗ്രൂപ്പ് പ്രശ്നങ്ങളും ചേരിതിരിവും ഒക്കെ ഉണ്ട് എന്ന് ഒരു ചർച്ചയുണ്ട്. അതിനോടൊക്കെ അതൊന്നുമില്ല. ഇപ്പം ഗ്രൂപ്പൊന്നുമില്ല പാർട്ടിക്കകത്ത് ഗ്രൂപ്പോ കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, നമ്മൾ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോൾ നേതാക്കന്മാർ തമ്മിലോ പാർട്ടി അണികൾ തമ്മിലോ ചെറിയ പ്രശ്നങ്ങളുടെ പാർട്ടിയെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും. എല്ലാവരെയും യോജിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകും. അത് തന്നെയാണ് എൻ്റെ ദൗത്യം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എൻ്റെ പ്രാഥമികമായ ദൗത്യം എന്ന് പറയുന്നത് പാർട്ടി ഒറ്റക്കെട്ടായി മുമ്പോട്ട് നയിക്കുക എന്നുള്ളത് തന്നെയാണ്. പാർട്ടിയിൽ എല്ലാവരും യോജിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ള ആ ദൗത്യം ഞാൻ ഏറ്റെടുത്ത് കൊണ്ടുപോകും. അല്ലാതെ പാർട്ടിയിൽ അങ്ങനെ ഗ്രൂപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ട് എനിക്ക് എൻ്റെ പ്രശ്നമായി ഞാൻ കാണുന്നില്ല. വയനാടിനെ സംബന്ധിച്ചിടത്തോളം പുതിയ DCC പ്രസിഡന്റാണ് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത്. KSUവിൻ്റെ കാലഘട്ടം, ഈ ഒരു ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ KSUവുമായി ഒക്കെ ബന്ധപ്പെട്ട് പിന്നീട് സജീവ രാഷ്ട്രീയ രംഗത്ത് 15 വർഷത്തോളം വലിയ പതിറ്റാണ്ടുകൾ ഏറെയായിട്ട് പ്രവർത്തനം ചെയ്യുന്ന വ്യക്തി കൂടിയാണ് TJ ഐസക്. എന്നിരുന്നാലും ഈ വയനാടിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു DCC നേതൃത്വത്തിന് ഇപ്പോൾ തുടക്കമാവുകയാണ്. വലിയ പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള ആളുകളെല്ലാവരും. ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം, വയനാട്.